കർത്താവിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി കർത്താവിൻ്റെ കൃപയാൽ നിങ്ങളോടൊരുമിച്ചായിരിക്കാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ നല്ല ഭാഗ്യപദവിയെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്താവിഷയം മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നിന്നാണ്. അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി. അബ്രഹാം മുതൽ ദാവീദ് വരെ 14 തലമുറയും, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14 തലമുറയും, ബാബേൽ പ്രവാസം തുടങ്ങി ക്രിസ്തുവിനോളം 14 തലമുറ. ഇങ്ങനെ 42 തലമുറയുടെ ചരിത്രമാണ് ആ ഒറ്റ വാക്യത്തിൽ അടങ്ങിയിരിക്കുന്നത്. മത്തായി സുവിശേഷം എഴുതുമ്പോൾ ദൈവം പറഞ്ഞ് അതുപോലെ അനുസരിച്ച് യാത്ര പുറപ്പെട്ട വിശ്വാസ ജീവിത യാത്ര ആരംഭിച്ച അബ്രഹാമിൻ്റെ ചരിത്രത്തിലാണ് മത്തായി സുവിശേഷം എഴുതി ആരംഭിക്കുന്നത്. അതിനെക്കുറിച്ച് ഒത്തിരി വിശദീകരണങ്ങൾ പറയാനുണ്ടെങ്കിലും എൻ്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് തിരിയുന്നില്ല. എന്നാൽ ഈ 42 തലമുറയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ ആരംഭത്തിൽ പഠിക്കേണ്ടത് അബ്രഹാമിൻ്റെ വിളിയാണ്. വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെടുന്ന അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലാണ് അതിൻ്റെ ആരംഭം. അബ്രാം എന്നാണെന്ന് അദ്ദേഹത്തിൻ്റെ പേര്. അബ്രാമിനെ ദൈവം വിളിക്കുമ്പോൾ നീ നിൻ്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും സ്വന്തം ദേശത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുവാനാണ് പറഞ്ഞു. 12-ാം അധ്യായത്തിൽ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അങ്ങനെ വാഗ്ദത്തം പറഞ്ഞിട്ടാണ് ദൈവം അബ്രാമിനെ വിളിക്കുന്നത്. കനാൻ ദേശത്തേക്കാണ് വിളി. എന്നാൽ 13-ാം അധ്യായം നാം വായിക്കുമ്പോൾ, അതിൻ്റെ 1-ാം വാക്യം നാം വായിക്കുമ്പോൾ അബ്രാം, സാറായി, അവരുടെ കൂടെ ലോത്തും അവർക്കുണ്ടായിരുന്ന സകലവുമായി അവരെന്ത് ചെയ്തു? യാത്ര പുറപ്പെട്ടു. 15-ാം അധ്യായത്തിൽ ദൈവം വീണ്ടും അബ്രാമിന് പ്രത്യക്ഷനാവുക. ഇത് അധ്യായങ്ങളായിട്ട് തിരിച്ചിരിക്കുന്ന നമുക്കറിയാം, പഠനാർത്ഥമാണ് തിരിച്ചിരിക്കുന്നത്. നമ്മൾ പഠിക്കുമ്പോൾ നമ്മൊരു വിചിന്തനം ചെയ്യുമ്പോൾ അത് അധ്യായങ്ങൾ കണക്ക് കൂട്ടി പറഞ്ഞാൽ പെട്ടെന്നത് റെഫറൻസിന് പ്രയോജനമാകുന്നതുകൊണ്ടാണ് ഈ അധ്യായം പറഞ്ഞു പോകുന്നത്. അല്ലെങ്കിൽ അബ്രാമിനോട് ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ മാത്രം പറഞ്ഞു വിട്ടാൽ മതി. പക്ഷെ പഠന വിഷയം കൂടി ആയതുകൊണ്ട് അനേകർക്കും പഠിക്കുവാനും റെഫർ ചെയ്യാനും ഒക്കെയുള്ള പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ് ഈ റെഫറൻസ് പറയുന്നത്. അപ്പോൾ 15-ാം അധ്യായം നമ്മൾ 1-ാം വാക്യം വായിക്കുമ്പോൾ അബ്രാമിന് ദൈവം വീണ്ടും അരുളപ്പാടുണ്ടായത്, അബ്രാമേ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാകുന്നു എന്ന് പറഞ്ഞു. പിന്നെ അബ്രാം പറഞ്ഞു, കർത്താവേ, നീ എന്തെന്നില്ലാൻ എന്നെ അനുഗ്രഹിക്കും, ഞാൻ മക്കളില്ലാത്തവനല്ലോ എന്ന് പറയുന്നു. ആ അധ്യായം നമുക്ക് അവിടെ കാണാൻ കഴിയും. അങ്ങനെ അബ്രാമിൻ്റെ ഉള്ളിൽ ഭയമുണ്ടായിരുന്നത് കൊണ്ടാണ് ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞത്. കാരണം നമ്മുടെ ഹൃദയത്തിൻ്റെ നനവുകളെയും ചിന്തകളെ അറിയുന്നവനാണ് ദൈവം. അങ്ങനെ അബ്രാം ഭയപ്പെട്ടിരുന്നു. കാരണം എവിടേക്കെന്ന് അറിയാതെ യാത്ര ചെയ്യുക. നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞ് തെക്കും പൊക്കും അറിയാതെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അബ്രാമിനെ ദൈവം ഉറപ്പിച്ചു. 17-ാം അധ്യായം നാം വായിക്കുമ്പോൾ വീണ്ടും കർത്താവ് അബ്രാമിന് പ്രത്യക്ഷനായിട്ട് പറയുക, അബ്രാമേ, ഞാൻ സർവശക്തനായ ദൈവമാകുന്നു, ഞാൻ എൽഷദായിയായ ദൈവമാകുന്നു,
നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. അപ്പോൾ വിളിയുടെ സമയത്ത് ശരിക്കും പറഞ്ഞ് നിഷ്കളങ്കനല്ലെന്നുള്ളതാണ്. നമ്മളൊക്കെ ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. പക്ഷെ കർത്താവ് പറയുന്നത് നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനാകുക. അങ്ങനെ അബ്രഹാം നടക്കുന്നു, യാത്രയാവുന്നു. 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും അബ്രഹാമിൻ്റെ കൂടാരവാതിക്കൽ കർത്താവ് വരിക. അബ്രഹാമിൻ്റെ വാഗ്ദത്തം ചെയ്ത പോലെ അബ്രഹാമിനൊരു വാഗ്ദത്തം കൊടുക്കുകയാണ് ആ സമയത്ത്. അങ്ങനെ സാറ ചിരിക്കുന്നു വാഗ്ദത്തം കേട്ട്. 99-ാമത്തെ വയസ്സിലാണ്. അങ്ങനെ വാഗ്ദത്തം ചെയ്തു. അബ്രഹാം ജീവിതയാത്രയെ ആരംഭിച്ചു, വിശ്വാസ ജീവിത യാത്രയെ ആരംഭിച്ചു. വീണ്ടും തലമുറയുണ്ടായി. ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു. നമുക്കറിയാം, അത് യിസ്ഹാക്കിനെ യാഗമാക്കാനായിട്ട് പോകുന്ന യാത്ര. 24-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായം നാം വായിക്കുന്ന അബ്രഹാം എല്ലാ വിധത്തിലും ബഹു സമ്പന്നനായി, സകലത്തിലും സമ്പന്നനായെന്ന്. പണം മാത്രമല്ല അതിനകത്ത് കാര്യം, സകലത്തിലും സമ്പന്നനായെന്ന് പരിശുദ്ധാത്മാവ് പറയണമെങ്കിൽ എല്ലാ അർത്ഥത്തിലും അബ്രഹാം സമ്പന്നനായി തീർന്നത്. അങ്ങനെയാണ് നാം അബ്രഹാമിൻ്റെ ചരിത്രം പഠിക്കുന്നത്. വളരെ ലഘുവായിട്ട് അതിനെ അവതരിപ്പിച്ചെന്നേ ഉള്ളൂ. ഓരോ അധ്യായക്രമത്തിൽ അതിൻ്റെ ഓരോ പോയിൻറ്റ്സുകൾ മാത്രമാണ് ഞാനതിനകത്ത് വിശദീകരിക്കുന്നത്. അങ്ങനെ ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. എന്നാൽ നാം എബ്രായ ലേഖനം പഠിക്കുമ്പോൾ വിശ്വാസത്താൽ അബ്രഹാം താൻ എവിടേക്കും പോകുന്നെന്നറിയാതെ ഇറങ്ങിപ്പുറപ്പെട്ടു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, വിശ്വാസത്താൽ അബ്രഹാം താൻ എവിടേക്ക് പോകുന്നെന്നറിയാതെ യാത്ര പുറപ്പെട്ടു. വിശ്വാസത്താൽ അബ്രഹാം താൻ വാഗ്ദത്തം ചെയ്ത ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറേ. അങ്ങനെ തുടങ്ങുന്നു. യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറേ. അനുസരിച്ചു. എവിടേക്ക് പോകുന്നെന്നറിയാതെ പുറപ്പെട്ടു. എന്നാൽ വാഗ്ദത്ത ദേശത്ത് തൻ്റെ മക്കളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കനാൻ ദേശത്ത് അവർ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ചത് അടിസ്ഥാനങ്ങളുള്ള നഗരത്തിനായി കാത്തിരുന്നു എന്ന് നമുക്ക് കാണാം. എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നതെന്നറിയാം. അബ്രഹാമിനോട് ദൈവം ഈ ഭൂമിയിലുള്ള കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുവാനാണ് വിളിച്ചത്. ആ വാഗ്ദത്ത ദേശത്തെത്തിയപ്പോൾ ദൈവവിളിയുടെ അടുത്ത മഹാത്മ്യത്തിലേക്ക് അബ്രഹാം പ്രവേശിക്കുന്നതായിട്ട്, ദർശനത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ദൈവൻ ശില്പിയായി നിർമ്മിച്ചത് അടിസ്ഥാനങ്ങളുള്ള നഗരത്തിനായി കാത്തിരുന്നു എന്ന് പറഞ്ഞാൽ നിത്യജീവൻ, നിത്യതയിൽ പുതിയ നിയമ യെരൂശലേമിൽ അതിനെ അവകാശമായി ലഭിക്കാനായിട്ട് താൻ കാത്തിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. വിശ്വാസ ജീവിത യാത്ര അബ്രഹാമിൻ്റെ യാത്ര ആരംഭിക്കുന്നത് ഈ ഭൂമിയിലെ വാഗ്ദത്ത ദേശത്തെ നോക്കിയാണ്. എന്നാൽ ആ വാഗ്ദത്ത ദേശത്ത് ചെല്ലുമ്പോൾ അബ്രഹാമിൻ്റെ ദർശനത്തിന് മാറ്റം വരികയാണ്. കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ള നഗരത്തിനായി കാത്തിരുന്നു. ഇങ്ങനെയാണ് അബ്രഹാമിൻ്റെ ചരിത്രത്തിൻ്റെ ആരംഭവും അബ്രഹാമിൻ്റെ വിളിയുടെ അവസാനവും ചെന്നെത്തിയിരിക്കുന്നത്.